വാർത്തകൾ വിശദമായി. മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിനിടെ വേദിയിൽ വെച്ച മലപ്പുറം SP S ശശിധരനെ അധിക്ഷേപിച്ച് PV അൻവർ MLA. പരിപാടിക്ക് SP എത്താൻ വൈകിയതിൽ പ്രകോപിതനായാണ് PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. MLAയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പരിപാടിയിലെ മുഖ്യപ്രഭാഷകനായിരുന്ന SP S ശശിധരൻ ദീർഘപ്രസംഗത്തിന് തയ്യാറാവാതെ വേദി വിട്ടു. IPS ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. വാഹന പരിശോധന, മണ്ണെടുക്കലിന് ഉൾപ്പെടെ അനുമതി നൽകാത്തത്, തന്റെ പാർക്കിലെ റോപ്പ് വേ ഉണ്ടാക്കിയ ഉപകരണങ്ങൾ ഉൾപ്പെടെ കാണാതെ പോയിട്ടും അന്വേഷണം ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് IPS ഉദ്യോഗസ്ഥരെ PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. ഈ പരിപാടിയിൽ പോലും SP എത്താൻ വൈകിയെന്ന് അൻവർ MLA പറഞ്ഞു. ചില പോലീസുകാർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, അതിൽ റിസർച്ച് നടത്തുകയാണ് അവർ. സർക്കാരിനെ മോശമാക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ്. കേരളത്തെ ബുദ്ധിമുട്ടിക്കുക എന്ന കേന്ദ്രത്തിന്റെ ആവശ്യത്തിന് കുടപിടിക്കുന്നതാണിത്. ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടിക്ക് താൻ SPയെ കാത്ത് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹം ജോലി തിരക്കുള്ള ആളാണ്, അതാണ് കാരണമെങ്കിൽ ഓക്കെ. അല്ലാതെ താൻ കുറച്ചു സമയം ഇവിടെ ഇരിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ SP ആലോചിക്കണമെന്നും PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തി. ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പറയാതെ നിവൃത്തിയില്ല. പോലീസിന് മാറ്റം ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ ജനം ഇടപെടും. 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് പറഞ്ഞാൽ സദസ്സ് വഷളാവുമെന്നും PV അൻവർ പറഞ്ഞു. തുപ്പലിറക്കി ദാഹം തീർക്കുന്ന സർക്കാരല്ല ഇത്. പെറ്റി കേസിനായി പോലീസിനെ കോട്ട നിശ്ചയിച്ചിരിക്കുകയാണെന്നും PV അൻവർ MLA ആരോപിച്ചു. തന്റെ പാർക്കിലെ 2000-ലധികം കിലോ ഭാരം വരുന്ന റോപ്പ് മോഷണം പോയി. 8 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. മലപ്പുറം SP ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പ്രതിയെ കണ്ടെത്താനായില്ല. ഒരാളെ വിളിച്ചു വരുത്തി ചായ കൊടുത്തു വിട്ടു. ഏത് പൊട്ടനും കണ്ടെത്താവുന്നതല്ലേയുള്ളൂ. തെളിവ് സഹിതം നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും PV അൻവർ MLA പറഞ്ഞു. 10 മണിക്കാണ് സമ്മേളനം പറഞ്ഞാലേ ഇവിടെ 27 മിനിറ്റ് ഞാൻ കാത്തിരുന്നു. ഒരു കുഴപ്പമില്ല. അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ്. ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, നമ്മൾ ആരും കാത്തൊക്കെ തയ്യാറാണ്. പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാരും വീട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അന്തം വിടുന്നു. കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി അധ്വാനിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 9 ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ കൊണ്ടുപോയിട്ട് 5-8 മാസമായി. 3 പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ടറെ വിളിച്ചു, ഒരു വിവരമില്ല.